ദൈവത്തിൻ്റെയും മിശിഹ തമ്പുരാൻ്റെയും സഹായം യാചിച്ച് എല്ലാം മംഗളമായി നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ തുടങ്ങാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഞങ്ങളുടെ പൂർവ്വപിതാവായ ഇസ്ഹാക്കിന് സ്വന്തം വംശത്തിൽ നിന്ന് ഭാര്യ അന്വേഷിച്ച് പുറപ്പെട്ട അബ്രാഹത്തിന്റെ ദാസനെ അനുഗമിച്ച് ആശീർവദിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി യാത്ര തിരിക്കുന്ന നിന്റെ ദാസിയെ കൃപാപൂർവ്വം കടാക്ഷിക്കണമേ. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും പരസ്പര സഹായത്തിനുമായി പുരുഷനെയും സ്ത്രീയെയും കൂട്ടി യോജിപ്പിച്ച ദൈവമേ, തിരുമുമ്പിൽ ഈ നിമിഷം കാരുണ്യം യാചിച്ചു നിൽക്കുന്ന ഈ ദാസിയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നടത്തുവാൻ പോകുന്ന വാഗ്ദാനത്തിനനുസൃതമായി വിശ്വസ്തതാപൂർവ്വം ജീവിക്കുവാൻ കൃപ നൽകണമേ. നിത്യനായ സർവേശ്വര എന്നേക്കും. നമുക്കെല്ലാവർക്കും കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് യാചിക്കാം. നിന്റെ ജനമായ ഇസ്രായേലിനോട് കരാറുണ്ടാക്കുകയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് കാണിക്കുകയും ചെയ്ത കർത്താവെ, ഈ വിവാഹ വാഗ്ദാനം വഴി വിശ്വസ്തതയിലും ദൈവപരിപാലനത്തിലും വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ വാഗ്ദാനം വഴി വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മക്കൾ സിജിൽ ആൻഡ് അലീന സ്നേഹത്തിൽ വളരുവാനും അങ്ങേക്കെന്നും പ്രിയപ്പെട്ടവരായിരിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന രണ്ട് കുടുംബങ്ങളെയും പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. തോബിയാസിനെയും സാറായെയും സംരക്ഷിച്ച കർത്താവ് നിന്നെയും സംരക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പന ലംഘിക്കുകയരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവർത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്നും ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിന് മടി കാണിക്കരുത്. പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളൂ എങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. കാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും അത് നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം വൃത്തിയിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ദാനധർമ്മം ആക്കുന്നതിൻ്റെ സന്തതിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം ധാർമ്മികതയിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് ദാനം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് ആണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തതെന്ന് കാര്യം അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി. അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കുന്നു.
ഞങ്ങളുടെ ദൈവം രക്ഷിക്കണമേ. രക്ഷിക്കണമേ. സർവസ്നായ ഞങ്ങളുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകും. സ്വീകർത്താവങ്ങളുടെ സ്ത്രീകളും ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധാത്മായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുകയില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം.
ഈ ഇടവക ദേവാലയത്തിലേക്ക് ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിജലയും ദീർഘകാലത്തെ പരിചയമുണ്ട്. ഒരു മംഗലാപുരം ബന്ധത്തിൽ ആരംഭിക്കുന്നു. അതിനുശേഷം ആ ബന്ധം തുടർന്ന് നീണ്ട കാത്തിരിപ്പിൻ്റെ ഒരാദ്യത്തെ ഒരു പൂർണ്ണ വിരാമം നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും 6-ാം തീയതിയാണ് വിവാഹം, ജോലിയാണ്. അവകാശപരമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ ഈ ബന്ധത്തെ എത്തിക്കുകയും ചെയ്തത്. ഒത്തിരി പേരുടെ പ്രതീക്ഷകൾ, ഒരുപാട് നാളത്തെ കാത്തിരിപ്പുകൾ, പ്രാർത്ഥനകൾ, ഒരുക്കങ്ങൾ, അതെല്ലാം സന്തോഷകരമായ ഈ മുഹൂർത്തത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു. സിജലിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു താരം തന്നെയാണ്. സിജലിനെ അറിയാവുന്നവരറിയാം. ഇവിടെ ചെന്നാലും ഏതൊരു കൂട്ടായ്മയിലും എല്ലാവരെയും ദേവിയാൻ പറ്റുന്ന ഒരു വ്യക്തി സിജൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ വ്യക്തി കുടുംബത്തിൽ വിദേശത്ത് എവിടെയെല്ലാം ഉള്ളവരെല്ലാം സിജലിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ അമേരിക്കൻ സാഹചര്യങ്ങളിൽ നിന്നും നാട്ടിലെ സാഹചര്യത്തിന് ചേർന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് വരുന്നതാണ് ഒരു സ്വഭാവ രീതിയാണ് മനസ്സിലായിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും തമ്പുരാൻ നിങ്ങളെ അനാദിമത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒന്നിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചു എന്നുള്ളതിന് നിങ്ങളുടെ പ്രഭാതങ്ങൾ പറയുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ഇവിടെ എത്തിക്കുവാൻ കാരണമായ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെ പുറത്ത് ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഇവിടെ കൈവെടുത്ത ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മക്കളെ സമർപ്പിച്ച് ഇന്ന് ആരംഭിക്കുന്ന ആദ്യ തീരുമാനത്തിലൂടെ, മനസ്സമ്മതത്തിലൂടെ വിവാഹത്തോളം എത്തുന്ന ഈ ഒരു ശുശ്രൂഷയുടെ നാളുകൾ, അതിനുശേഷമുള്ള ഇവരുടെ വിവാഹ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പുകളും ദൈവാനുഗ്രഹപ്രദമാകാൻ വേണ്ടി ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താലും എല്ലാം, പ്രത്യേകിച്ച് വിവാഹം വരെയുള്ള അതിൻ്റെ ചടങ്ങുകളും അതിൻ്റെ വേണ്ടിയുള്ള ഒരുക്കങ്ങളുമെല്ലാം അതിനുശേഷമുള്ളവരുടെ ജീവിതങ്ങളും തമ്പുരാൻ്റെ കൃപയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദൈവം തുടങ്ങുന്നു നന്നായി തിരുവുള്ളം കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആരാധനായേരുമണ്ട് മിശിഹായും കൂടെ തുണയ്ക്കായിവർക്ക് ദൈവത്തിന് സ്തുതി. ആമീൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. ആമീൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദുഷ്ടാനുഭവങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വിവാഹ വാഗ്ദാനത്തിന് പറഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടി വിവാഹ വാഗ്ദാനം അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവിൻ. ഇസഹാക്കിന്റെ ഭാര്യയെ കണ്ടെത്താൻ വഴി കർത്താവെ വിവാഹ വാഗ്ദാനം അനുസരിക്കുന്ന ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം, വിശുദ്ധമറിയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മ നൽകുന്നവർ ഉണ്ടാവുകയില്ല. മക്കളെ മക്കളുടെ ദൈവഭയങ്ങളെ ഞാൻ അഭ്യസിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങളായി കാക്ഷിക്കുകയും ചെയ്യുന്നു. എങ്കിൽ തിന്മയിൽ നിന്ന് നാം വ്യാജ
ഭാഷണത്തിൽ നിന്ന് അത്തരത്തെ സൂക്ഷിച്ചുകൊള്ളുകയും അകൃത്യത്തിൽ നിന്നകന്ന് നന്മ ചെയ്ത് സമാധാനം തേടി അവിടുത്തെ പിന്തുടരുകയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പുസ്തകാക്കന് ഭാര്യയെ കണ്ടെത്താൻ വഴി കർത്താവേ വിവാഹ വാഗ്ദാനത്തിലേക്ക് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപയങ്ങളുമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യവും നമ്മൾ നിറഞ്ഞ് മുഴുവൻ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവുതനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ എന്നേക്കും. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതികൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമകനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, സത്യമായി നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവീസ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തോടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എന്റെ കൽപ്പനകൾ പാലിച്ച് നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷങ്ങളെ കുടികൊള്ളുവാൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. ഇതാകുന്നതിന്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവുമായി നടപടിയും ബന്ധവുമാണ് അത് സ്വീകരിക്കുവാൻ ഈ ആശ്രയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, കൈകൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിലടഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായി ഇവർ നയിക്കുവാനും വേണ്ട അനുഗ്രഹം അവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാലം സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് വിവാഹം എന്ന ഉപാശയോടെ നിന്റെ അടുത്ത് നിൽക്കുന്ന അലീനായ നിന്റെ ഭാര്യയെ സ്വീകരിച്ചോളാമെന്ന് ഈ വാഗ്ദാനം ചെയ്യുന്നു. അലീന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് വിവാഹം എന്ന ഉപാശയോടെ നിന്റെ അടുത്ത് നിൽക്കുന്ന സിറ്റിലിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചോളാമെന്ന് ഈ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ വിവാഹവാഗ്ദാനങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആസ്വദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പാലിക്കുവാൻ സഹായിക്കുന്ന കർത്താവേ, നിന്നെ ദാസർ ചെയ്യുന്ന ഈ ഉടമ്പടിയിൽ നിന്ന് സ്വീകരിക്കണമേ. ഇപ്പോൾ ചില വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കുന്ന ദാസരായ സിജിലിനെയും ലീനായും അവരുടെ കാരണമായ ഇവരെയും കുടുംബാളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ആമേൻ. കർത്താവേ, ആസ്വദിക്കണമേ. ദൈവത്തിന്റെ പരിപാലനയിൽ ഞങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന് കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹാമിനെയും സാഗരെയും ഇസഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം
ഞങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹത്തിന്റെ പ്രകാശിക്കായ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തോടെയും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും സമർത്ഥമായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
foremost, we want to thank everybody for coming out to the joyous event. We're kicking things off in 2024 by starting one of the best programs of the night. So we want to thank you guys for coming and enjoying. For all the people that have traveled internationally to come and visit us, we want to thank you guys. For the people that have came and traveled thus far and close by, we also want to thank you guys for also coming today. For the people watching on YouTube, we want to thank you wherever you guys are watching in Japan, Spain, China. Thank you guys for all viewing in and tuning in to us. So, let's go ahead and kick things off. We've got two beautiful people in the back, one bride and one groom, ready to come to the front. So for those looking at me, you guys can turn around and look that way, because I'm going to be introducing them for the first time in 2024. One bride, her name, she's very beautiful. Her name is Alina. And the groom, he's also very tall, very beautiful, very good looking. His name is Sigil. Let's go ahead and introduce them to the stage, please.
സിജിൽ ആൻഡ് അലീന. എല്ലാവർക്കും അറിയാവുന്ന പോലെ സിജിൽ MSW ഗ്രാജുവേറ്റ് ആണ്. അലീന ഹൂസ്റ്റണിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അമ്മച്ചി എലിക്കുട്ടി അമ്മച്ചിനെ നമ്മുടെ സ്വന്തം അപ്പു ഈ യുവമിഥുനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേടുകയാണ്. എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ മകനീയമായ ചടങ്ങിനോട് അനുബന്ധിച്ച് നീണ്ട സന്ദേശങ്ങൾ സമർപ്പിച്ചുകൂടെ സംഗീത പരിപാടി
മാറാനിശോ പദവിയിലെ മണർക്കോല പുതുമ കാൺമാൻ കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും തേരാനാധനത്തെയൊത്ത് വേഗമോടെ തൻ പിതാക്കൾ പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കീരാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു പുകഴ്ന്നേ ഇപ്പരദേശി 400 വന്നവരിങ്ങോ വേരോടി പെറ്റു വളർന്നേ ജ്ഞാനായ ആസുറിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോണം പെണ്ണിനും പയ്യനും ചന്തവും ചാത്തിടുന്നേ തറയിൽ പായവിരിക്ക് വെതിയൊരുക്ക് നത്തൂനെ നല്ല കൊരണ്ടിയും ഉണ്ടാക്ക് വെള്ള വിരിച്ചു വെടിപ്പാക്ക് മിശിഹാ തന്നെ നിനച്ച് കൊലുവിളക്ക് വെച്ചേക്ക് വെള്ളവും എണ്ണയും കൊണ്ടോര് മഞ്ഞളരച്ചത് തന്നേര് ഇതുവരെ നാം വളർത്തും മഴവില്ല് ഇനി മറുവീടിനുള്ളിൽ മണവാട്ടി മുടി വെട്ടിയൊതുക്കണ് ചന്തമൊരുക്കണ് ചെക്കനെ എല്ലാരും ഇലയിട്ട് വിളമ്പണ് ഒത്തിരി ഉട്ടണ് ഉറ്റവരെല്ലാം പാൽച്ചോറ് കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ ആ കനി തിന്നേറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ ആ കനി തിന്നെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ കമരയിൽ വന്നിരുന്നൊരു വണ്ടുപുരളുന്നേ കമരയിൽ വന്നിരുന്നൊരു വണ്ടുപുരളുന്നേ വണ്ടുമല്ല തുമ്പിമല്ല തെക്കേരുടെ ആന വണ്ടുമല്ല തുമ്പിമല്ല തെക്കേരുടെ ആന തെക്കേരുടെ ആനയല്ല തിന്നുമതിച്ചു നടക്കുന്നേ തെക്കേരുടെ ആനയെല്ലട തിന്നുമതിച്ചു നടക്കുന്നേ തകവിത്തെ താന്തക കരികിട ദൂരത്തെ തകവിത്തെ താന്തക കരികിട ദൂരത്തെ നാരായക്കാർ സൂര്യാനിക്കാർ വന്നിറങ്ങി കൊടുങ്ങല്ലൂരിൽ നാരായക്കാർ ഞങ്ങൾ സൂര്യാനിക്കാർ വന്നിറങ്ങി കൊടുങ്ങല്ലൂരിൽ ഒത്തുവീരിച്ചവർ കപ്പൽ കേറി മലനാട് 17 പരിചകൾ നമുക്കെല്ലാവർക്കും ഒരു ദിവസം വേണ്ടിയെന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും ഒരു ദിവസം പ്രസിദ്ധരായിരിക്കാൻ സ്നേഹത്തോടെ അറിയിക്കുക. ഞങ്ങൾക്ക് ആവശ്യമായ ആധാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാദൃശ്യനും ഛായയിലും അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചുവല്ലോ. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ലാത്തതുകൊണ്ട് അവനിടയും തുണയുമായി
സ്ത്രീയെങ്ങോ മെനഞ്ഞെടുത്തു. പാപം ചെയ്തു വിരൂപമാക്കിയ മനുഷ്യത്വത്തെ കർത്താവിശോ നിശ്ചിത സ്വർഗ്ഗത്താൽ കഴുകി വിശദീകരിച്ചു. നിർമ്മലവും പരിശുദ്ധവുമായ സഭയെ കൃപ കൊണ്ട് അലങ്കരിച്ച് മണവാട്ടിയാക്കിയ ഈശോയെ ഞങ്ങളുടെ പ്രിയമകൾ അലീനയുടെ വിവാഹവേളയിൽ അങ്ങയുടെ മകളെ വിശദീകരിച്ച് ആശീർവദിച്ച് ആന്തരിക സൗന്ദര്യത്താൽ അലങ്കരിക്കണമേ. കർത്താവായ ദൈവമേ, ഒരു നല്ല ഭാര്യയും മാതാവുമാകുവാനുള്ള കഴിവും പക്വതയും നിന്റെ മകൾക്ക് പ്രദാനം ചെയ്യണമേ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ച് പരിശുദ്ധ അമ്മയെ പോലെ ഇവൾ സമർപ്പിതയായ കുടുംബിനിയായി തീരട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. പ്രാർത്ഥന സമാപിച്ചിരിക്കുന്നു. കല്യാൺപെണ്ണിന്റെ കൈകൾ കഴുകി ശുദ്ധമാക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു പോവുകയാണ്. Dim, ta 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 dim dim ta. Dim dim
പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ചു പുത്തനൊളി വരത്തി എന്തിനായി മന്ദമാർക്ക് ചെന്താമര കൈപ്പടം മൂടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി ഔവ പണ്ട് ചെയ്ത പാപം തീരാനീശോ കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി സകല മകളുവതിന് മണിയണമിതു തരുണികൾ മാർത്തോമൻ മണിയുടെ മഹിമകളൊഴുകി പാൽചോറും കഴിപ്പിച്ച് പതിവുകൾ നടത്തി കൊണ്ടാടുമ്പോൾ മാലോകരും പ്രാർത്ഥിച്ചു കൂടണം തെറ്റുകുറ്റം പൊറുത്ത് വന്നല്ലോ കണ്ടില്ലേ അന്നമ്മേ നീ എന്താടി പെങ്കൊച്ചേ കുന്തം പോലെ ചിന്തിച്ചു നിൽക്കണത് ഇല്ലമ്മേ ഒന്നുമില്ലമ്മച്ചിയെ ചുമ്മാതങ്ങ് ചിന്തിച്ചു നിന്നതാണ് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു നിന്നിട്ടാടി കെട്ടും മുമ്പേ കൊച്ചേ നിന്നെ പെറ്റത് അക്കാലം ഇതല്ലല്ലോ പൊന്നമ്മച്ചി ബുദ്ധിയുള്ള പെണ്ണുങ്ങളാ ഞങ്ങള് പെണ്ണിനെത്ര ബുദ്ധിയുണ്ടായാലും പച്ചമാങ്ങ തീറ്റിച്ചാണുകൾ മുങ്ങുവെടി എന്റെ അമ്മേ അന്നമ്മേ നാളെയാണ് പെൺകൊടിക്ക് തന്തീശ്വരൻ ഈശൻ വിധിച്ചത് പൂക്കാലി മിന്നുമണി പൂക്കാലി മന്ത്രകോടി നൂറ്റ നൂലിൽ നല്ലോരേഴ് നൂലു പിരിച്ചതിൽ പൂക്കാലി കൊരുക്കണം പൂക്കാലി ചുറ്റുപാട് കൊടുക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം സ്വാഗതം പലരും പറഞ്ഞു എങ്കിലും ഞങ്ങൾ പേരപ്പന്മാരുടെ രീതിയിൽ എൻ്റെ പേരപ്പനാണ് ഞാൻ 4 സഹോദരങ്ങളാണ് മൂന്നാമത്തെ ഒരു പേരപ്പൻ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഉച്ചപ്പാട് കൊടുക്കുന്ന മൂത്ത പേരപ്പനെ വെട്ടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു ഞാൻ കൊടുക്കും പറഞ്ഞു പുള്ളി സംസാരിച്ചിരിക്കുകയാണ് ഇതിന്റെ പേപ്പർ രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ന്യൂ ഇയർ ദിവസമാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല വർഷം അതിൻ്റെ എല്ലാ മനങ്ങളും ഞാൻ സംരംഭിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മറന്നുപോയി. ഞങ്ങളുടെ കുടുംബത്തിൽ ആകെ 2 പെൺകുട്ടികളാണുള്ളത്. ഒന്ന് എനിക്കും ഒന്ന് ടോമിക്കും. 2 പെൺകുട്ടികളും ഒന്ന് എൻ്റെ മൂത്ത മകളും എൻ്റെ രണ്ടാമത്തെ മകളുമാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു പെൺകുട്ടിയാണ് ഇവിടെ. എല്ലാ സൗഭാഗ്യങ്ങളും വളരെ ഇന്റലിജന്റ്, സ്മാർട്ട്, സ്വീറ്റ് അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയ സിജിയും തീർച്ചയായിട്ടും ഭാഗ്യവാനാണ്. ഓക്കെ, ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും ഇച്ചപ്പാട് കൊടുക്കട്ടെ. ഒരു ബസ് പറ്റി മണവാട്ടി പെണ്ണിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ.
ചേട്ടൻ ടോബിയുടെയും പള്ളി സ്ഥാനിയുടെയും മകൾ നമ്മുടെ അലീന മോൾക്ക് ഇച്ചപ്പാട് കൊടുക്കട്ടെ. സിജിൽ ലുക്ക് കൊണ്ടും വർക്ക് കൊണ്ടും ഗ്ലാമർ കൊണ്ടും എല്ലാം മൊത്തത്തിൽ എൻ്റെ ചേട്ടനായിട്ട് തോന്നുമെങ്കിലും ഞാനാണ് അവൻ്റെ ചേട്ടൻ, അവനെൻ്റെ അനിയനാണ്. ഞങ്ങളെല്ലാവരും അവനെ വിളിക്കുന്നത് സിജിലപ്പൻ എന്നാണ്. അത് ഞങ്ങൾ റിയലി മീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവൻ്റെ ഒരു ക്യാരക്ടർ അവൻ ബിൽഡ് ചെയ്തെടുത്തൊരു ക്യാരക്ടറാണ്. അവൻ്റെ സംസാരം, അവൻ ഇടപെടുന്ന രീതി, ഇവനിപ്പം വീടിൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ ഒരു അവിടെ ഒരു അമ്മാമ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് പറയുന്നത് അമ്മാമ എന്നാ ഉണ്ട്, അതാണ് അവൻ്റെ ഒരു ടൈപ്പ്, ഒരു അച്ചായൻ ടൈപ്പാണ്. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. അങ്ങനെ ഒരു നല്ലൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അത് അവനാക്കിയത് ആ ഒരു ക്യാരക്ടറാണ്. അതിപ്പോഴും ഉണ്ട് പുള്ളീൻ്റെ കൂടെ. അപ്പോൾ ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ ഒരു ക്യാരക്ടറിലും സിജിൽ എന്നൊരു വ്യക്തി എന്നുള്ള ആളിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വണ്ടി പ്രാന്തനാണ് പുള്ളി. പിന്നെ അവളെന്ന് പറഞ്ഞ ജീവനാണ്, ടെസ്സ എന്ന് പറഞ്ഞ ജീവനാണ്. ഇച്ചിരി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമെങ്കിലും പുള്ളി ആൾ ഭയങ്കര ഹാപ്പിയാണ്. പുള്ളി ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്നു, ഭയങ്കര സ്നേഹമാണ്. പുറത്ത് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, ഇടിച്ചിടിച്ച് നിന്ന് രണ്ട് കലിപ്പൊക്കെ കാണിക്കുമെങ്കിലും ആൾ ഭയങ്കര ശുദ്ധനാണ്. ഒന്ന് ഇമോഷണലി പുള്ളിനെ ഒന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അന്തർത്താൻ തോന്നുന്ന ടീമാണ്. പക്ഷേ ആൾ അടിപൊളിയാണ്. അങ്ങനെ ഒരു ചെറുക്കനെ എൻ്റെ അനിയനായിട്ട് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സിജിലപ്പനാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചേട്ടനായിട്ട് ഞാൻ കാണുന്നത്. എന്നെക്കാൾ ഊരി ഞാൻ അവനെയാണ് ചേട്ടനായിട്ട് കാണുന്നത്. ഞാനതിലൊത്തിരി ഹാപ്പിയാണ്. So we wish Sijil and Tessa a wonderful married life and ഞങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ്സും കൊടുക്കുകയാണ് അവർക്ക്. ഞങ്ങൾ നല്ലൊരു ചേച്ചിയും ചേട്ടനുമായിട്ട് നല്ലൊരു മാതൃകയാവുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സിജിലേട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ചേട്ടനാണ്. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ സാധാരണ ചേട്ടനോ അനിയത്തിയും പോലത്തെ ഭയങ്കര ഫോൺ വിളിക്കുകയോ അങ്ങനത്തെ യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല. ബട്ട് ഞങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഫസ്റ്റ് എനിക്ക് വിളിക്കാൻ തോന്നുന്ന ചേട്ടനായിരിക്കും. ഞാൻ ഫോൺ വിളിച്ചാൽ ആദ്യം എന്നോട് ചോദിക്കുന്നത് എന്താ പ്രശ്നം എന്നായിരിക്കും. കാരണം ഞങ്ങൾ തമ്മിൽ എന്നാണ് വിശേഷം, സുഖമാണോ, ആ ഒരു ബന്ധമൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ ചേട്ടായി വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര ഓളാണ്. ചേട്ടായാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാനും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയും ഓക്കെ നോക്കിയും കണ്ട് ചെയ്യണം, അങ്ങനത്തെ പറയാറുള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ചേട്ടായി ആക്ച്വലി അടിപൊളിയാണ്. പിന്നെ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഭയങ്കര സ്നേഹം. എനിക്കങ്ങനെ ചേട്ടൻ ഞാനിപ്പോഴും വിചാരിക്കും ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ബട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ട്. ഇപ്പോൾ ചേച്ചിയോട് സംസാരിക്കും ഒക്കെ ചെയ്യുമ്പോൾ. ചേട്ടാ ഇപ്പോഴും ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ ചേച്ചിനെ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടും അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ നേരിട്ട് അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. ചേട്ടാ എപ്പോഴും ഇങ്ങനെ പൊന്നെ 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 എന്ന് വിളിച്ച് ഇങ്ങനെ പുറകെ നടക്കും. ചേച്ചിനെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാനും ഒക്കെ നല്ല രസമാണ്. പുറമേ അവരിങ്ങനെ നമ്മൾ അവരുടെ കൂടെ അടുത്ത് നിന്ന് കണ്ടാൽ മാത്രമേ അവരെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അവർ രണ്ടുപേരെയും. നല്ല രസമാണ് അവരോട് സംസാരിച്ചിരിക്കാനും ഒക്കെ.
സോ ചേട്ടാക്കും ചേച്ചിക്കും എല്ലാവിധ മംഗളാശംസകളും ഞാൻ നേരുന്നു. जब से मिला है तू दिल को मिला सुकून, तू ही राह मेरी, तू ही सफर है, तेरी बाहों में अब मेरा घर है। चैन न जाने दर्द न जाने, दिल को बस दिल को पहचाने, मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग, छोड़ा ये घर बार मेरा ओ मखना वे मखना, अब तू ही है संसार मेरा ओ मखना वे मखना, ये पागल सा है प्यार मेरा ओ मखना वे मखना, मैं छोड़ा ये घर बार मेरा ओ मखना, छोड़ा ये घर बार मेरा ओ मखना वे मखना, अब तू ही है संसार मेरा ओ मखना वे मखना, ये पागल सा है प्यार मेरा ओ मखना वे मखना, मैं छोड़ा ये घर बार मेरा ओ मखना, छोड़ा ये घर बार मेरा ओ मखना, तू ही है संसार मेरा ओ मखना, ये पागल सा है प्यार मेरा ओ मखना, मैं छोड़ा ये घर बार मेरा ओ मखना। मखना छोड़ा ये घर बार मेरा ओ मखना, तू ही है संसार मेरा मखना, ये पागल सा है प्यार मेरा ओ मखना, मैं छोड़ा ये घर बार मेरा। जैसे संभाल के रखना प्यार का अपने ताज़े चखना, और किसी पे गौर न कर मेरे पास के बोल मुझे, और तेनू सूट सूट करना, और तेनू सूट सूट करना।